നമസ്കാരം, വെൽക്കം ബാക്ക് ടു നീമാസ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 തന്നെ നടന്ന ഒരു PSC ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഒരു മെയിൻസിന്റെ ആയിരുന്നു. അപ്പോൾ LGS, LSGS, LDC എക്സാമിനെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാത്തിൻ്റെ, അതായത് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഒരുപാട് മാർക്ക് സ്കോറിങ് എനിക്ക് തന്നെ അനുഭവമുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻസ്: സിവിൽ നിയമലംഘനം, നിസ്സഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം, പൂർണ്ണ സ്വരാജ്. ഓപ്ഷൻ നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തതായിട്ടുള്ളത്? ഇവിടെ ബാലഗംഗാധര തിലകാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത്. 44-ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. മൗലികാവകാശങ്ങൾ, പരമാധികാരം, സ്ഥിതിസമത്വം, റിപ്പബ്ലിക് എല്ലാം അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതും മൗലികാവകാശങ്ങളാണ് ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, കൈസറെ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? കൈസറെ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് സംഭവം. ഇനി അടുത്ത ചോദ്യം, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ഓപ്ഷൻ സി അയ്യപ്പൻ. അടുത്ത ചോദ്യം, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഓപ്ഷൻസ്: തോമസ് ഹാർവേ ബാബർ, ഫ്രാൻസിസ്കോ അൽമേഡ, അൽബുക്കർക്ക്, റാൽഫ് ഫീച്ച്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ ആണ്. അടുത്ത ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭത്തിലാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉള്ളത്. നിവർത്തന പ്രക്ഷോഭം. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ ബി ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ സി തൃശ്ശൂർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ ഓഫ്
പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഓപ്ഷൻ ഡി VP മേനോനാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏത്? താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം പോണ്ടിച്ചേരിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ഓപ്ഷൻ ഡി KM പണിക്കർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഓപ്ഷൻ എ ജർമ്മനിയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് ഓപ്ഷൻ സി മംഗൾയാൻ. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻസ് ബി ആണ് ബ്രസീലാണ് 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പ്രഖ്യാൻ എന്നാണ്. അടുത്ത ചോദ്യം, ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നമുക്ക് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി ആണെന്നും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഉള്ളത് ഓപ്ഷൻ നോക്കിക്കേ, ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി എന്ന് പറയുന്നത് ശരിയായിരിക്കുമോ? ശരിയാണ് കേട്ടോ. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തെറ്റാണ്. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളിൽ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. അതേ, ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ ഉള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 3 പ്രസ്താവനകളുണ്ട്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഇതിൽ ശരിയായവ എല്ലാം ശരിയാണ്. അതായത് അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു, ശരിയാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോദ്യം ശരിക്കും വായിക്കണം. തെറ്റായതാണോ ശരിയായതാണോ കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യം ചോദ്യം കൃത്യമായിട്ട് നോക്കണം. ഇവിടെ പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ, ശരിയാണ് അല്ലെ? ഇവിടെ തെറ്റായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലങ്ങൾ ഉൾപ്പെട്ടതാണ് കോറമൻഡൽ തീരസമതലം ആണോ? അത് തെറ്റാണ് കേട്ടോ. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. അത് ശരിയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. അപ്പം ഇവിടെ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പ്രസ്താവന, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണെന്നും. രണ്ടാമത്തെ പ്രസ്താവന, ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. ഇവയിൽ ശരിയായത് ഏതൊക്കെ വരുന്നുണ്ട്? ശരിയായത് വരുന്നത് 1ഉം 2ഉമാണ് കേട്ടോ. 1ഉം 2ഉമാണ്. അതായത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണെന്നും ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിൽ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത്, അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്.
അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങളിൽ സമർമതി തീരത്താണ്. അതും ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. അപ്പോൾ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തെറ്റായതെന്നല്ല, ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓക്കെ, അവിടെയും ചോദ്യം മാറിപ്പോകരുത്. ശരിയല്ലാത്തത് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ, ഏകദേശം ശരിയാണ് അല്ലെ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. തെറ്റാണത്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അത് ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ, അതായത് രണ്ടാമത്തെ പ്രസ്താവനയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓക്കെ, കിഴക്കോട്ട് ഒഴുകുന്ന, ശരിയായതാണ് കേട്ടോ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ശരിയാണ്. അടുത്ത ചോദ്യം, അടുത്ത പ്രസ്താവന, പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അതും ശരിയാണ്. അപ്പം പ്രസ്താവന 1ഉം 3ഉം ശരി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്തവയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലാത്തവയാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. അത് തെറ്റാണ്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. അപ്പം ശരിയല്ലാത്തവ 2 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. അതായത് രണ്ടാമത്തെ പ്രസ്താവന ശരിയല്ല. അടുത്ത ചോദ്യം, 33ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കൊല്ലത്ത് തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. അത് ഭയങ്കര തെറ്റാണ്. താമരശ്ശേരി ചുരം ഇത് വയനാടാണ് അല്ലെ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ശരിയാണ്. അപ്പൊ 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. അപ്പൊ യോജിച്ചതാണ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നീണ്ടകര തിരുവനന്തപുരം അല്ല. ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ആൻസർ. ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. അഴീക്കൽ കണ്ണൂര്, പൊന്നാനി മലപ്പുറം. അത് 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. നീണ്ടകര തിരുവനന്തപുരം അല്ല, കായംകുളം എറണാകുളം അല്ല. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് അഴീക്കൽ കണ്ണൂര്, പൊന്നാനി മലപ്പുറം 2ഉം 3ഉം. അതായത് എ ആണ് ഓപ്ഷൻ വരുന്നത് ആൻസർ. അടുത്ത ചോദ്യം, കേരളത്തിലെ വൈദ്യുതി പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ. അപ്പം കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. അപ്പം അത് ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. അതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അതും ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് വരുന്നത്. ഈ പ്രസ്താവനകൾ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നത് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോസ് നോക്കേണ്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. വന്യജീവി സങ്കേതങ്ങളുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇവിടെ തന്നിരിക്കുന്നത് കരിമ്പുഴ മലപ്പുറം. അത് ശരിയാണ്. ചിമ്മിനി പാലക്കാട് തെറ്റാണ്. ചെന്തരുണി കൊല്ലം ശരിയാണ്. ചൂലന്നൂർ തൃശ്ശൂർ അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 37, സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. ഇവിടെ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു എന്നുള്ളത് തെറ്റായതാണോ ശരിയായതാണോ? നോക്കി, ഇത് തെറ്റാണ് കേട്ടോ. സോറി, ശരിയാണ്.
അതായത് ഉത്തരം നമുക്ക് വരുന്നില്ല. അടുത്തത്, ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. അതും ശരിയായ കാര്യമാണ്. ഇവിടെ തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ സി 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് കണ്ടെത്തേണ്ടത്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ശരിയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ്. 3 ശരിയാണ്. അപ്പം എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. ഇനി അടുത്ത ചോദ്യം 39. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനയിൽ വരുന്നത്, കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി. അത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ. അടുത്തത്, കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണ്. ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനു മുന്നേയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണ്. അപ്പം തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഇവിടെ തെറ്റായ പ്രസ്താവന വരുന്നത്, കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഓപ്ഷൻ ഡി 1 മാത്രമാണ്. അടുത്ത ചോദ്യം 40. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. 40ാമത്തെ ചോദ്യത്തിൽ തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കേരള സ്പീക്കർ AN ഷംസീർ ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആണ്. ആണോ? അല്ല, അത് തെറ്റാണ് കേട്ടോ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായത് 2 മാത്രം. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കറണ്ട് അഫയേഴ്സിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ, എന്താണ് വരുന്നത്. അപ്പൊ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന വരുന്നത്, കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി. അത് ശരിയാണ്. തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അതും ശരിയാണ്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു. ഇവിടെ എല്ലാം ശരിയാണ് കേട്ടോ. അടുത്തത്, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ഓക്കെ. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്ക്. 2022 ഓടക്കുഴൽ അവാർഡ് അംബിക സുധൻ മങ്ങാടിന് ലഭിച്ചു. ഇവിടെ തെറ്റായ പ്രസ്താവന വന്നിട്ടുള്ളത് 2 മാത്രമാണ്. ഓക്കെ. അതായത് ഇത് ശരിയല്ല. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന് മീശ എന്ന രചനയ്ക്കല്ല. ഓക്കെ. അപ്പം ഓപ്ഷൻ ബി ആണ് 2 മാത്രം തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്നതാണ്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 43ാമത്തെ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് 2023 ആഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു എന്നാണ്. അപ്പം അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, ISRO ചെയർമാൻ മോഹൻകുമാർ അല്ല. 3, ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. ശരിയാണ്. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. ശരിയാണ്. അപ്പൊ 1, 3, 4 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏത്? തനതായ നൃത്ത കലാരൂപം വരുന്നത് ഓപ്ഷൻ ബി മോഹിനിയാട്ടമാണ്. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം. അടുത്ത ചോദ്യം, അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ് എഴുതിയത്? 45 മാക്സിം ഗോർക്കിയാണ്. ഓക്കെ. വിപ്ലവത്തിന്റെ സമയത്തൊക്കെ അതിൽ നിന്നുള്ള ഒരു ഭാഗമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്
46-ാമത്തെ ചോദ്യം ബി ആണ്. രുചിര കമ്പോജ് ആണ് സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ദേശീയ തലത്തിലാണ്. ഷോ ഓപ്ഷൻ 47-ാമത്തെ ഓപ്ഷൻ ഡി ലോക്പാൽ ആണ് കേട്ടോ. ലോകായുക്ത, ഓംബുഡ്സ്മാൻ, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ ആണ് ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം. അടുത്ത ചോദ്യം, 50-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? 50-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ ബി ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. നമ്മൾ പറയത്തില്ലേ DY ചന്ദ്രചൂഡ്, അത് തന്നെ. ഓക്കെ. സോ 49-ാമത്തെ ചോദ്യം, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലസസ്ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? 49 ആണ് ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, ആൽഫ്രഡ് മാർഷൽ ആണ് ലസസ്ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം വരുന്നത് ഓപ്ഷൻ സി ഹോക്കിയാണ്. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ്. അടുത്ത ചോദ്യം, 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആര്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് 2023 ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡിനാണ്. ഓക്കെ, ക്ലോഡിയ ഗോൾഡ്. അടുത്ത ചോദ്യം, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഓപ്ഷൻ സി കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഒരസ്ഥി മറ്റൊന്നിൽ ദിശകളിലേക്കും തിരിയുന്ന സന്ധി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കീലസന്ധിയാണ്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഓപ്ഷൻ സി ട്രക്കിയയാണ്. അടുത്തത് ശരിയായ ജോഡികളാണ് നോക്കേണ്ടത്. ശരിയായ ജോഡികൾ ഇവിടെ ജീവികളെ തന്നിട്ടുണ്ട്, ശാസ്ത്രനാമം തന്നിട്ടുണ്ട്. ഇവയിൽ ശരിയായ ജോഡികൾ ഉള്ളത് പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്, ശരിയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്നതിൽ കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. ഓക്കെ, അപ്പം ഇത് 1, 3 ശരിയായ ജോഡികൾ. അടുത്തതും നമുക്ക് ശരിയായ ജോഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ജീവികൾ തന്നിട്ടുണ്ട്, ഹൃദയ അറകൾ തന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് ഡയറക്റ്റ് ചോദിക്കുമായിരുന്നു, പാറ്റയ്ക്കത്തെ ഹൃദയ അറകളുണ്ട്, അങ്ങനെ. അപ്പം ഇവിടെ ഇപ്പൊ തന്നിരിക്കുന്നത് ജോഡി കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് ഉത്തരം വരുന്നത് പാറ്റ, പല്ലി, പക്ഷി, മത്സ്യം തന്നിട്ടുണ്ട്. 4, 2, 13, 3 ഹൃദയ അറകളും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പാറ്റയ്ക്ക് 13 ഹൃദയ അറകളുണ്ട്, പല്ലിക്ക് 3 ഹൃദയ അറകളാണുള്ളത്, പക്ഷിക്ക് എത്രയാണ് വരുന്നത്? പക്ഷിക്ക് 4 ഹൃദയ അറകളും മത്സ്യത്തിന് 2 ഹൃദയ അറകളുമാണുള്ളത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? അപ്പൊ എല്ലാ പരിസ്ഥിതി ദിനത്തിന്റെയും തീമൊക്കെ നോക്കുക. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നുള്ളത് ഓപ്ഷൻ ഡി 2023 തീം ആണ്, പരിസ്ഥിതി ദിനത്തിന്റെ തീം. അടുത്ത ചോദ്യം, സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഓപ്ഷൻ ഡി ഹരിത ആണ്. ഭാരതത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഭാരതത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ്. ഭാരതത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ന്യൂട്ടൺ. അടുത്ത ചോദ്യം, 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര?
25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 4 ഡയോപ്റ്റർ. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏത്? ഓപ്ഷൻ ബി ആണ് കാർബൺ 14. ഒരു കുതിരശക്തി 1 HP ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ട് ആകുന്നു? ഓപ്ഷൻ ഡി 746 വാട്ട് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ എസ് സോമനാഥ് ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് പ്രഖ്യാൻ എന്നാണ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം എന്നതാണ്. അപ്പൊ എല്ലാ പദ്ധതികളും എല്ലാം നോക്കി പോക. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. വായുവിലൂടെ പകരുന്ന രോഗമാണ് കേട്ടോ. വായുവിലൂടെ പകരുന്ന രോഗം ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ഷയം, ചിക്കൻ പോക്സ് മാത്രമാണ്. അടുത്തത് ക്ഷയം, ചിക്കൻ പോക്സ് ആണ് കേട്ടോ. 3 മാത്രം ശരി. അടുത്തത് സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാവുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാവുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്? കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് ഓപ്ഷൻ എ 2014 നവംബർ 9-നാണ്. അടുത്ത ചോദ്യം, ഗ്ലൂക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലൂക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലൂക്കോമ നമ്മുടെ ശരീരത്തിന്റെ കണ്ണ്. ഗ്ലൂക്കോമ ശരീരത്തിന്റെ കണ്ണിനെയാണ് ബാധിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? MS സ്വാമിനാഥൻ, അതൊക്കെ കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്നതായിരുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 28-നാണ് അന്തരിച്ചത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എലിപ്പനിയാണ് വൈറസ് രോഗം അല്ലാത്തത്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ് എന്ന് പറയുന്നത് 74-ാമത്തെ ചോദ്യത്തിൽ താഴെ പറയുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ, മലേറിയ. ഇവയിൽ മലേറിയയാണ് ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത്. അടുത്ത ചോദ്യം, മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി സ്നേഹക്കൂട് എന്നാണ് മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്കയിലാണ് ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശ്വാസകോശ രോഗമല്ലാത്തത് ഓപ്ഷൻ സി നെഫ്രൈറ്റിസ് ആണ്. ഓക്കെ, നെഫ്രൈറ്റിസ്. അടുത്തത്, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഓപ്ഷൻ എ മാതൃജ്യോതിയാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഏറ്റവും വലുത് ഏതാ? ത്വക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക.
ഓക്കെ, ഇവിടെ ശരിയായ ജോഡികളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, എലിപ്പനി തന്നിട്ടുണ്ട്, ഫംഗസ്, ക്ഷയം, ബാക്ടീരിയ, വട്ടച്ചൊറി, പ്രോട്ടോസോവ, നിപ്പ വൈറസ്. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ്. ക്ഷയം ബാക്ടീരിയ മൂലം, നിപ്പ വൈറസ് മൂലം. ഓക്കെ, അപ്പം ഇത്രയും GK നമ്മൾ നോക്കി. ഇനി ഇതിൽ തന്നെ വരുന്ന അടുത്ത മാത്സ് റീസണിംഗ് ഉണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് എല്ലാവരും നോക്കുക. മാത്സ് ആൻഡ് റീസണിങ്ങിനകത്ത് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ അതിന്റെ സൊല്യൂഷൻ എങ്ങനെ ആ ഒരു പ്രോബ്ലം ചെയ്യാം എന്നുള്ളതും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്